ഹലോ ഫ്രണ്ട്സ്, ഞാൻ അനീഷാണ്. അപ്പം എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ബാംഗ്ലൂർ ഡൊംലൂരുള്ളൊരു ഷോറൂമിലേക്ക് വന്നതാണ്. ഷോറൂമിലൊരു പ്രത്യേക അതിഥീനെ കാണാനായിട്ട് വന്നേക്കണം. ഈ അതിഥി ഏകദേശം നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ട് 17 വർഷത്തോളമായി. അപ്പം വന്നപ്പോൾ വേറെ പേരിലേക്കായിരുന്നു വന്നത്. പക്ഷേ അതിനുശേഷം വീണ്ടും പേരൊക്കെ ചേഞ്ച് ചെയ്തു. അങ്ങനെ പലതവണ ആൾ ഫേസൊക്കെ പുതിയതാക്കി മാറ്റിക്കൊണ്ടിരുന്നു. അപ്പം ഫൈനലി വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു ഡിസൈനിലാണ് ആൾ വന്നേക്കണേ. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് അത് കാണാനായിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പം ഏകദേശം കുറച്ച് താമസിച്ചൊക്കെ പോയി, പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ വന്നു, അത് നന്നായിട്ട് ഒന്ന് കാണണം എന്നുള്ള ആഗ്രഹത്തിലാണ് വന്നത്. കണ്ടപ്പം ഏകദേശം വളരെ മനോഹരം കേട്ടോ, വളരെ മനോഹരം. അപ്പം ആ ആളെ ഞാൻ ഇതേ കാണിച്ചു തരാൻ പോവാണ്. ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച ആൾ. ഈ കിടക്കുന്ന ഹുണ്ടൈ വെർണയാണ്, പുതിയ ന്യൂ ഹുണ്ടൈ വെർണ. അപ്പം വളരെ മനോഹരമായിട്ടിരിക്കുകയാണ് ആൾ. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളെ ജസ്റ്റ് ഇതെല്ലാം ഞാൻ ഇന്ന് പരിചയപ്പെടുത്താം. ആളുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. ഹലോ ഫ്രണ്ട്സ്, ഹുണ്ടൈ ആക്സെൻറ്റിന് പകരമായി 2006 ഹുണ്ടൈ വെർണ ഇന്ത്യയിൽ അവതരിപ്പിച്ചത്. സ്റ്റൈലിഷ് ഡിസൈനും താങ്ങാനാവുന്ന വിലയും കാരണം ഇത് പെട്ടെന്ന് ജനപ്രിയമായി. രണ്ടാം തലമുറ വെർണ 2011 മൂന്നാം തലമുറ വെർണ 2017 പുറത്തിറങ്ങി. ഇവ രണ്ടും ഇന്ത്യൻ വിപണിയിൽ ജനപ്രിയമായിരുന്നു. ഇന്ത്യയിൽ മറ്റ് ജനപ്രിയ സെഡാനുകളായ ഹോണ്ട സിറ്റി, മാരുതി സുസുക്കി സിയാസ് എന്നിവയൊക്കെ ആയിട്ടാണ് നമ്മുടെ വെർണയ്ക്ക് മത്സരിക്കേണ്ടി വന്നത്. ഫൈനലി നമ്മുടെ വെർണ വളരെ മനോഹരമായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. ഫ്രണ്ട്സ്, നമുക്ക് വെർണയുടെ ബോണറ്റിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഹൊറൈസൺ LED പൊസിഷൻ ലാമ്പ് ആൻഡ് DRLs കൊടുത്ത് മനോഹരമാക്കിയ ബോണറ്റ്. ഇതിൽ നിന്നും കണ്ണെടുക്കാൻ സാധിക്കുകയില്ല നിങ്ങളൊരു വാഹനപ്രേമിയാണെങ്കിൽ. പിന്നെ അതിലേറെ സുരക്ഷയും പ്രാധാന്യം ചെയ്തിരിക്കുന്നു. എയർ ഡാമും ഗ്രില്ലും കൂടി ഒരു ഭാഗമാക്കിയിരിക്കുകയാണ് ഈ വാഹനത്തിൽ. ക്യാമറ, സെൻസർ എല്ലാം മനോഹരമായി ഫിക്സ് ചെയ്തിരിക്കുന്നു. ഹെഡ്ലൈറ്റ് പഴയതിനെ അനുസരിച്ച് സ്ഥാനമാറ്റം വന്നിരിക്കുന്നു. അതുപോലെ ഒരു പുതിയ രൂപം നൽകി മനോഹരമാക്കിയിരിക്കുന്നു. LED ലൈറ്റുകൾ പ്രകാശം വർദ്ധിപ്പിച്ചേക്കുന്നു. അതുപോലെ കോർണർ ലാമ്പുകളും കൊടുത്തിരിക്കുന്നു. ഹെഡ്ലൈറ്റിന് താഴെയായി ഇൻഡിക്കേറ്റർ നൽകിയിരിക്കുന്നു. ഇതിന് താഴെയായി എയർ വെൻറ്റുകൾ വാഹനത്തെ കൂടുതൽ എയറോഡൈനാമിക് ആക്കാൻ സഹായിക്കും. പുതിയ വെർണയുടെ വശക്കാഴ്ച വളരെ സ്പോർട്ടിയും ഡൈനാമിക് ലുക്കും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു സെഡാനെ ഭംഗിയാക്കുന്ന അതിൻ്റെ നീളം ആണല്ലോ. 4535 mm 4.3 മീറ്ററാണ് ഈ വാഹനത്തിൻ്റെ നീളം. പിന്നെ ഔട്ട്സൈഡ് റിയർ വ്യൂ മിറർ ഉണ്ടല്ലോ, അത് വളരെ മനോഹരമായിട്ടുള്ളൊരു ഡിസൈനാണ് അവർ ചെയ്തിരിക്കുന്നത്. അതിൽ ഒരു ഇൻഡിക്കേറ്റർ കൂടി ഫിക്സ് ചെയ്തിട്ടുണ്ട്. മിററിൽ നമുക്ക് ഡ്രൈവറുടെ വ്യൂ ഒട്ടും തന്നെ മറയ്ക്കുന്നില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. വളരെ തിന്നായിട്ടുള്ളൊരു ഡിസൈനും എന്നാൽ കേട്ടോ അത്ര ഭംഗിയായിട്ടുമാണ് അത് ചെയ്തിരിക്കുന്നത്. 6 ഇഞ്ച് ടയറോട് കൂടി ഡയമണ്ട് കട്ട് അലോയ് വീൽസാണ് വെർണയ്ക്ക് നൽകിയിരിക്കുന്നത്. സൈഡിൽ നിന്നുള്ളൊരു കാഴ്ച വളരെ മനോഹരമാക്കിയിരിക്കുകയാണ്. ഇസഡ് ഷേപ്പിൽ ക്യാരക്ടർ ലൈൻസ് കൊടുത്ത് ഡിസൈൻ മികവ് കാണിച്ച് അതിൻ്റെ സൈഡ് പറയാൻ പറ്റാത്ത ഒരു ഭംഗിയാക്കി മാറ്റി വന്നു. അതുപോലെ തന്നെ എയറോഡൈനാമിക്സും. പിന്നെ ഡോർ ഹാൻഡിലിൻ്റെ ഡിസൈൻ ഷേപ്പ്, അതൊരു ഇതുവരെ കാണാത്ത രൂപത്തിലുള്ള ഒരു ഡിസൈൻ. അത് ശരിക്കും ചെയ്തേക്കുന്നത് ഹാൻഡിൽ സ്റ്റെയിൻ ക്രോം ഫിനിഷോടെയാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. അത് ഇതുവരെ കാണാത്ത പോലത്തെ ഒരു പുതിയ രൂപത്തിലുള്ള ഡിസൈനാണ് വെർണയ്ക്ക് നൽകിയിരിക്കുന്നത്. ഇനി പുറകുവശത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കും. അതിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഒരു ഹൈടെക് എസ്തറ്റിക് സെൻസിലാണ് അത് ചെയ്തേക്കണേ. എന്താണെങ്കിലും നമ്മൾ ഹുണ്ടയിലെ ഡിസൈനർമാർക്ക് ഒരു ബിഗ് സല്യൂട്ട് നമ്മൾ കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. അതുപോലെയാണ് ഡിസൈൻ ചെയ്തേക്കണേ. പിന്നെ നമ്മുടെ ആൻറ്റിന, അതും പറയേണ്ട ഒരു കാര്യം തന്നെയാണ്.
ഷാർക്ക് ഫിൻ ആൻറ്റിന എന്നാണ് ഇത് പറയുന്നത്. അതായത് ഒരു ഷാർക്ക് കടലിൽ കൂടെ നീന്തി പോകുന്ന ഒരു ഫീലാണ് നമുക്ക് ഈ വണ്ടിയുടെ മേളിൽ ഈ ആൻറ്റിന കാണുമ്പോൾ. പിന്നെ പനോരമിക് കൺട്രോൾഡ് LED ടെയിൽ ലൈറ്റുകളാണ് നമുക്ക് ഈ വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. ഈ LED ലൈറ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് രണ്ട് ടെയിൽ ലൈറ്റ് നമ്മൾ ബന്ധിപ്പിച്ചിരിക്കുന്നു. പിന്നെ ബ്രേക്ക് ലൈറ്റിൻ്റെ ഡിസൈനും ഒരു പ്രത്യേക ഡിസൈൻ, അതായത് കുറച്ച് ഡോട്ടുകൾ നമ്മൾ കാണുന്ന പോലെയുള്ളൊരു ഫീലാണ്. ഈ ടെയിൽ ലൈറ്റുകൾ ബന്ധിപ്പിക്കുന്നതിന് മുകളിൽ തന്നെ വെർണയുടെ ലോഗോ എംബഡ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ ബൂട്ട് ഓപ്പൺ ചെയ്തു. അപ്പം നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള ഒരു വലിപ്പം. ബൂട്ടിൻ്റെ സ്പേസ് 528 ലിറ്ററാണ്. അതിൻ്റെ വലിപ്പം ഒരു ആശ്ചര്യം ഉളവാക്കുന്ന രൂപത്തിലുള്ള വലിപ്പമാണ് അവർ ഈ വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ വെർണയുടെ ഉൾവശത്താണ്. അപ്പം ഇവിടെ നമ്മൾ ഇരിക്കുന്നുണ്ടെങ്കിലുണ്ടല്ലോ ഏകദേശം ഒരു ഹൈറ്റിൻ്റെയൊക്കെ കോക്പിറ്റിലിരിക്കുന്ന ഒരു ഫീലാട്ടോ. ഇതാണ് നമ്മുടെ സൺറൂഫ്. ഒരുപാട് വലുതൊന്നുമല്ല, പക്ഷേ ഒരു നോർമൽ സൺറൂഫാണ്. ഇതാണ് സൺറൂഫ്. ഫ്രണ്ട്സ്, ഡ്രൈവർക്ക് നല്ല വിസിബിലിറ്റി കിട്ടുന്ന രൂപത്തിലാണ് ഡാഷ്ബോർഡ് ക്രമീകരിച്ചിരിക്കുന്നത്. അതും വളരെ മനോഹരമായിട്ട്. ഡാഷ്ബോർഡിൻ്റെ മറ്റൊരു പ്രത്യേകത 64 നിറം തരുന്ന ഒരു ആംബിയൻ ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. അതൊരു മനോഹരമായിട്ടുള്ളൊരു അനുഭവമായിരിക്കും. പിന്നെ AC വിൻഡുകൾ പുതിയ രൂപത്തിൽ ഡാഷ്ബോർഡിൽ നൽകിയിരിക്കുന്നു. പിന്നെ 10.25 ഇഞ്ചിൻ്റെ ഒരു ടച്ച് സ്ക്രീനും കൊടുത്തിരിക്കുന്നു. അതോട് ചേർന്ന് മീറ്റർ കൺസോളും ഉണ്ട്. ഇത് രണ്ടും കൂടി ഒരു തുറന്ന ബുക്ക് പോലെ ആയിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഹുണ്ടയുടെ ഏറ്റവും പുതിയ കണക്ടിവിറ്റി സോഫ്റ്റ്വെയർ നൽകിയിട്ടുണ്ട്. ബ്ലൂ ലിങ്ക് എന്ന് പറഞ്ഞ ഹുണ്ടയുടെ ഏറ്റവും പുതിയ കണക്ടിവിറ്റി സോഫ്റ്റ്വെയർ നൽകിയിട്ടുണ്ട്. ബോസിൻ്റെ 8 സ്പീക്കർ സിസ്റ്റമാണ് നമുക്ക് സംഗീതം ആസ്വദിക്കാൻ വേണ്ടി വെർണയിൽ നൽകിയിട്ടുള്ളത്. പിന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, ചാർജിങ് പോർട്ട്, 2 കപ്പ് ഹോൾഡർ, മനോഹരമായ ഗിയർ ലിവർ, സ്റ്റോറേജ് സ്പേസോട് കൂടിയ ആംറെസ്റ്റ്, അങ്ങനെ ഒരുപാട് ഫെസിലിറ്റികൾ നമ്മൾ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ലെതർ സീറ്റോട് കൂടിയ ഫ്രണ്ട് വെൻറ്റിലേറ്റഡ് ഹീറ്റഡ് സീറ്റ് നൽകിയിട്ടുണ്ട്. അതൊരു വളരെ മനോഹരമായിട്ടുള്ളൊരു കാര്യമായിരിക്കും. പിന്നെ എല്ലാവിധ അഡ്ജസ്റ്റ്മെൻറ്റോട് കൂടിയും 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ, പിന്നെ അതിൽ എല്ലാവിധ കൺട്രോൾസും അതിൽ തന്നെ കൊടുത്തിട്ടുമുണ്ട്. പിന്നെ റൈറ്റ് സൈഡ് ഡോറിൽ നമുക്ക് പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, അതിനൊക്കെയുള്ള എല്ലാ കൺട്രോൾസുകളും സൈഡ് ഡോറിലാണ് കൊടുത്തിരിക്കുന്നത്. ഹലോ മിസ്റ്റർ ആര്യൻ, എങ്ങനെയുണ്ട് നമ്മളെ ഫ്രണ്ട് ഇരുന്നിട്ട്? ശരിക്കും പറഞ്ഞാൽ ഓക്കെ ശരി. അതായത് ഇതിൻ്റെ തൈ സപ്പോർട്ട് ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ വളരെ മനോഹരം കേട്ടോ. ശരിക്കും നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ, ഞാൻ ഏകദേശം ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കിതുണ്ടോ നമ്മുടെ ശരിക്കും തൈ സപ്പോർട്ട് നല്ലൊരു തൈ സപ്പോർട്ടാണ്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഹെഡ് റൂഫ്, അതിൻ്റെ മുകളിലേക്ക് ഏകദേശം ഇതൊക്കെ ഇത്ര സ്പേസ് ഉണ്ട്. ഏകദേശം ഒരു 4 ഇഞ്ച് സ്പേസ് ഞാൻ ഇരുന്ന് കഴിഞ്ഞാലുണ്ട്. പിന്നെ എന്നെക്കാളും ഹൈറ്റ് കൂടിയ ആൾക്കാർ ഇരുന്ന് കഴിഞ്ഞാലാണ് പിന്നെ ഒരു എത്ര ഉണ്ടാവും എന്നുള്ള ഒരു ഇത്. ഇവിടെ നിന്നിട്ട് ഉണ്ണിക്കുട്ടൻ്റെ ഹെഡ് ഇവിടെ ഏകദേശം മുട്ടുന്നേ ഉള്ളൂ. മുട്ടുമല്ലേ? ഇൻറ്റീരിയറൊക്കെ ശരി, പ്രീമിയം ഫീൽ അല്ലേ? ആ ഒരു പറ്റും. അങ്ങനെ ഞാൻ ബോണറ്റ് ഓപ്പൺ ചെയ്തു. അപ്പോൾ മനോഹരമായിട്ട് അറേഞ്ച് ചെയ്തേക്കണ എൻജിൻ ബേ, അതൊരു മനോഹര കാഴ്ചയായിരുന്നു കേട്ടോ. ശരിക്കും ആ എൻജിൻ 1.5 ടർബോ GDI പെട്രോൾ എൻജിനാണ്. അപ്പം അത് ഏകദേശം മാക്സിമം പവർ 117.5 കിലോ വാട്ടും മാക്സിമം ടോർക്ക് 253 Nm ടോർക്കുമായിരുന്നു. ഫ്രണ്ട്സ്, ഇത് ഞാൻ നേരിട്ട് കണ്ട അനുഭവമാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന വീഡിയോ. ഇനി നമുക്ക് നല്ല വീഡിയോസുകളായിട്ട് വരാം, നല്ല റിവ്യൂകൾ നമുക്ക് ചെയ്യാം. പിന്നെ നമ്മുടെ വീഡിയോ കണ്ട സുഹൃത്തുക്കൾ നമ്മുടെ പേജ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി റിവ്യൂമായിട്ട് കാണാം. ബൈ.